മൂന്നാറിൽ മലയാളി വിനോദസഞ്ചാരികൾക്ക് നേരെ വീണ്ടും തമിഴ്നാട് സ്വദേശികളുടെ ആക്രമണം. വർക്കലയിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ സഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ബസ് തല്ലിപ്പൊളിക്കാനും സഞ്ചാരികളെ ആക്രമിക്കാനും ശ്രമം നടന്നു. ഇവിടുത്തെ അവന്മാർ ഇവിടുത്തെ ലോക്കൽസുകാരുടെ കുഴപ്പമാണ്. ചുമ്മാ ബസ്സുകാരുടെ മേക്കിട്ട് കയറുവന്മാര്. ഒരു കാര്യമില്ല. ഇവിടുത്തെ അവന്മാരുടെ ഷോയാ. ഇവിടുത്തെ ലോക്കൽസുകാരുടെ ഇതാ ഇപ്പോഴത്തെ മൂന്നാറ് അവസ്ഥ. ടോപ്പ് സ്റ്റേഷനിലെ അവസ്ഥയാണ്. പാവം ബസ്സുകാരുടെ തോടെ കയറും. വണ്ടി അടിച്ച് പൊട്ടിക്കാൻ കമ്പെടുക്കുന്നു. ജോയ്മോൻ ചേരുന്നു വിവരങ്ങളുമായി. ജോയ്മോൻ, എന്താണ് ഈ ഒരു ആക്രമണത്തിന് പ്രകോപനം? ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ടോ? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് വർക്കലിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ വിനോദസഞ്ചാരികൾ അടങ്ങുന്ന ബസ്സിന് നേരെയാണ് അവിടുത്തെ ലോക്കൽസ് അല്ലെങ്കിൽ പ്രദേശവാസികളായ ആളുകൾ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബസ്സിന്റെ, അതായത് ടൂറിസ്റ്റ് ബസ്സിന്റെ ചില്ല് ഉൾപ്പെടെ വലിയ മരക്കഷ്ണം കൊണ്ട് അടിച്ചു തകർക്കാനും അതുപോലെ തന്നെ ഡ്രൈവറെയും മറ്റ് ജീവനക്കാരെയും ഒക്കെ ഈ പ്രദേശവാസികൾ, അതായത് തമിഴ്നാട് സ്വദേശികളായ മൂന്നാർ ഉള്ള ആളുകളാണ് ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ അവിടുത്തെ പ്രദേശവാസികൾ, അവിടുത്തെ നാട്ടുകാരുടെ ആക്രമണത്തിന് ഇരയാകുന്നത് പതിവായിരുന്നു. അതിന് തുടർച്ചയെന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്നും അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. പക്ഷേ ആളുകൾക്ക് സാരമായ പരിക്കുകളൊന്നും ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്തായാലും വളരെ തിരക്കുള്ള അല്ലെങ്കിൽ ബസ്സിൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. അതായത് വിനോദസഞ്ചാരികളായ ഏകദേശം 10-35ഓളം പേർ ആ ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും ഈ ബസ്സിന്റെ ചില്ല് ഉൾപ്പെടെ അടിച്ചു തുറക്കാനാണ് ഈ നാട്ടുകാർ ശ്രമിച്ചത്. എന്തായാലും മൂന്നാറിലെ ടോപ്പിൽ, അതായത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമായ ടോപ്പ് സ്റ്റേഷനിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും ഈ ബസ്സിന്റെ, അതായത് വർക്കല സ്വദേശിയുടെ ഉടമസ്ഥയുള്ള ബസ്സാണ്. അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല.